ഇവന്മാരാണോ മലയാള സിനിമയുടെ ഭാവി എന്ന് തോന്നും വിധത്തിലാണ് ഇന്ന് പല ജൻസി നടന്മാരുടെയും വളർച്ച. പ്രത്യേകിച്ച് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നായകനാവുന്നതും ഇവർക്ക് ഫാൻസ് ഉണ്ടാവുന്നതുമാണ് അത്ഭുതം. മലയാളത്തിലെ പുതിയ ജനറേഷൻ നടന്മാർ ആരൊക്കെ, എന്തുകൊണ്ട് ഇവരൊക്കെ ഹീറോ ആയി? അപ്പോൾ എല്ലാവർക്കും സി പിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് പുതിയ നടന്മാരെ ലഭിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ലാലേട്ടനും മമ്മൂക്കയ്ക്കും പൃഥ്വിരാജിനും ദുൽഖറിനും ശേഷം നമ്മൾ ഈ പറയുന്ന നടന്മാരായിരിക്കും അന്നത്തെ ടോപ്പേഴ്സ്, അതായത് ഫ്യൂച്ചർ ഓഫ് മോളിവുഡ്. ആദ്യത്തെ ഹീറോ നസ്ലിൻ കെ ഗഫൂർ. തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങി ഇന്നത്തെ ലോക വരെ നസ്ലിൻ്റെ ആക്ടിംഗ് കരിയർ വേറെ ലെവൽ തന്നെയാണ്. പ്രത്യേകിച്ചും ആൾക്ക് ഹൈപ്പ് കൊടുത്ത അല്ലെങ്കിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത പടമായിരുന്നു പ്രേമലു. ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൽ നസ്ലിൻ്റെ പങ്ക് ഏറെ വലുതാണ്. നസ്ലിനുണ്ടെങ്കിൽ ബോറടിക്കാതെ പടം കാണാമെന്ന മൈൻഡ് സെറ്റാണ് ഇന്നത്തെ പല ഓഡിയൻസിനും ഉള്ളത്, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന്. അങ്ങനെ ഒരു ഗ്യാരണ്ടീഡ് ആക്ടറായി മാറിയിരിക്കുകയാണ് നസ്ലിൻ. സോ പഴയ ഡയറക്ടേഴ്സ് മുതൽ ഇന്നത്തെ പുതിയ ഡയറക്ടേഴ്സ് വരെ ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയായിരിക്കുകയാണ് പുള്ളി. പിന്നെ അടുത്തത് മാത്യു തോമസ്. നമുക്കറിയാം നസ്ലിനും മാത്യുവും ഒരേ ബാച്ചാണ്, അതായത് ഒരേ സമയത്ത് സിനിമയിലോട്ട് വന്ന് ഒത്തിരി കോംബോ സിനിമ ചെയ്തവരാണ്. സോ ആദ്യം രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും തുടർന്ന് ഇൻഡിവിജ്വലായിട്ടുള്ള റോൾസ് കിട്ടിയപ്പോൾ ട്രാക്ക് മാറി എന്നുള്ളതാണ് സത്യം. കുമ്പളങ്ങി നൈറ്റ്സിൽ തുടങ്ങിയ മാത്യുവിൻ്റെ വളർച്ച ഏതാണ്ട് ദളപതി വിജയുടെ പടത്തിൽ വരെ അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ്, അതും മകനായി. അങ്ങനെ ഇന്നത്തെ നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് വരെ എത്തി നിൽക്കുമ്പോൾ മാത്യു ശരിക്കും ഒരു ഹീറോ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. മാത്യുവിനായി ഒരു സ്പേസ് ആൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ടൈമിൽ ജെൻസികളുടെ പ്രോമിസിംഗ് ആക്ടർ തന്നെയാണ് മാത്യു. പിന്നെ സന്ദീപ് പ്രദീപ്, അത് പിന്നെ പറയണോ? എക്കോ സിനിമയിലെ പെർഫോമൻസ് കണ്ടു മാത്രം പറയാം, പുള്ളി ഒരു നല്ലൊരു ആക്ടറാണ്. ഇനിയും നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ നെസ്ലിനും മാത്യുവിനും കിട്ടിയ ഓപ്പർച്യൂണിറ്റി പോലും സന്ദീപിന് കിട്ടിയിട്ടില്ല. അതായത് അവരുടെ അത്ര കുറേ സിനിമകളൊന്നും പുള്ളി ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത പടങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. പ്രത്യേകിച്ച് റീസെൻ്റായി വന്ന പടക്കളം സിനിമയിലും കിടിലൻ ആക്ടിങ് തന്നെയായിരുന്നു. പിന്നെ ആലപ്പുഴ ജിങ്കാനിയും ഫാലിമിയും നല്ല പടങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും എക്കോ സിനിമയ്ക്ക് ശേഷം സന്ദീപിന് വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒത്തിരി പുതിയ സിനിമകൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തെന്ന് കാണാം. പിന്നെ അടുത്തത് സംഗീത് പ്രതാപ്. സംഗീത് ഒരു എഡിറ്ററാണെന്ന് കൂടി എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ടിങ്ങിലോട്ട് വന്നാൽ കോമിക്കായ സീനുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. പ്രത്യേകിച്ചും പ്രേമലുവിലെ അമൽ ദേവിസ് അത്തരത്തിലുള്ള സംഗീത് ചെയ്ത ക്യാരക്ടറുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ശരിക്കും പുള്ളിയുടെ ഒറിജിനൽ പേരിനേക്കാളും പുള്ളി എല്ലാവർക്കും അറിയാവുന്ന പേരാണ് അമൽ ദേവിസ്. സോ അത്രമാത്രം ആ ക്യാരക്ടറിന് ഹൈപ്പ് കിട്ടിയെന്നുള്ളതാണ് സത്യം. റീസെൻ്റായി വന്ന ലാലേട്ടൻ്റെ പടത്തിൽ, അതായത് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ സംഗീത് ലാലേട്ടൻ കോംബോ ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ലാലേട്ടൻ്റെ പടത്തിൽ വരെ അഭിനയിക്കുക എന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെ സംഗീതും ന്യൂ ജനറേഷൻ നടന്മാരിൽ ഒരാളാണ്. പിന്നെ ഹൃദു ഹരുൺ. പുള്ളിയുടെ പേര് കേട്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാനൊരു ഐഡിയ തരാം. റീസെൻ്റായി തമിഴിൽ പ്രദീപ് രംഗനാഥൻ നായകനായി വന്ന ഡ്യൂഡ് എന്ന സിനിമയിലെ മറ്റൊരു ഹീറോയാണ് നമ്മുടെ ഹൃദു. പുള്ളി ശരിക്കും ഒരു മലയാളി നടനാണ്, പക്ഷെ ഹൃദുവിൻ്റെ പടങ്ങൾ പലതും തമിഴിലും ഹിന്ദിയിലുമാണ്. റീസെൻ്റായി വന്ന മേനെ പ്യാർ കിയ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അങ്ങനെ പുള്ളിക്കും ഇനിയൊരു ഹിറ്റ് കിട്ടിയാൽ റേഞ്ച് മാറാൻ ചാൻസ് ഉള്ള കാലിബറുള്ള ഒരു നടൻ കൂടിയാണ്. പിന്നെ അരുൺ അജികുമാർ. അരുണിൻ്റെ ആക്ടിങ് കരിയർ നോക്കുകയാണെങ്കിൽ ആകപ്പാടെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. പൂക്കാലം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ലിറ്റിൽ ഹേർട്സ് തുടങ്ങിയ സിനിമകളിൽ അരുൺ ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിലും പ്രത്യേകിച്ചും റീസെൻ്റായി വന്ന പ്രണവ് മോഹൻലാൽ പടം DS ഇറയിൽ അരുണിൻ്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. അതിലെ ക്യാരക്ടർ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതായി തോന്നി. സോ അരുണിനും മേ ബി വരും വർഷങ്ങളിൽ സ്കോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇവരൊക്കെയാണ് ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ മലയാളത്തിൽ തിളങ്ങാൻ പോകുന്ന സ്റ്റാറുകൾ. ഇവർക്കൊക്കെ ഫോളോവേഴ്സ് ഉള്ളതിൽ മിക്കവരും ഗേൾസ് ആണ് എന്നതാണ് മറ്റൊരു സത്യം. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായ നടന്മാരാണ് ഇവരൊക്കെ. ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും അതിന് എന്താണ് കാരണമെന്നുകൂടി കമൻറ്റ് ചെയ്യുക. ഇവരല്ലാതെ വേറെ വല്ല ന്യൂ ജനറേഷൻ നടന്മാരുണ്ടെങ്കിൽ ആരാണ് അതെന്നുകൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ ഡ്യൂഡ് മൂവി റോസ്റ്റ്, മലയാളത്തിലെ മെയ്ഡിഗോ സിനിമകൾ, ദ റേസ് ഓഫ് ബേസിൽ ജോസഫ്, എന്തുകൊണ്ട് റീ റിലീസ് എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.